Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ICU സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? Yes, എവിടെ ma'am. വരെ ICU എടുത്തത്? Who are cared for in the ICU? Okay, common types സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ നമ്മള്? No, ma'am. Okay. ഇപ്പൊ നമ്മള് ICUവിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ICU എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇന്റൻസീവ് കെയർ അല്ലെ, തീവ്ര പരിചരണ വിഭാഗമാണ് ICU എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ ICUവിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് അല്ലെ. ഇനി അവിടെ ആരൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകളെയാണ് ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നതാണ് കോമൺ ടൈപ്സ് ഓഫ് ICU. ICUവിന്റെ കോമൺ ടൈപ്സ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് വൈസ് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ആ ഒരു എക്സ്പാൻഡഡ് ഫോം പഠിക്കുക. ഷോർട്ട് ഫോം ചോദിച്ചാൽ എക്സ്പാൻഡഡ് ഫോം എഴുതാനായിട്ട് അറിയാം. എന്തിനു വേണ്ടി ആ ഒരു ICU യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ടൈപ്പ് ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്തിനു വേണ്ടിയിട്ടാ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU? കാർഡിയാക് ICU എന്തിനു വേണ്ടിയായിരിക്കും? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ അല്ലെ, അവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CICU എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ ഒന്ന് എഴുതിയിട്ടേക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതിയിട്ടേക്കാം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ടും മികച്ച പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ICU ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സെക്കൻഡ് വൺ ആണ് കാർഡിയോ വാസ്കുലർ thoracic intensive care unit. Cardiovascular thoracic intensive care unit CVTS ICU. എന്താണ് അവിടെ എന്താ ചെയ്യുക? കാർഡിയോവാസ്കുലർ thoracic intensive care unit എന്തിനു വേണ്ടിയായിരിക്കും? ഹാർട്ട് സർജറി പോലെയുള്ള അല്ലെ, നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയില് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഉള്ളിൽ വരുന്ന ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ട്, ലങ്സ് പോലെയുള്ള മറ്റ് ഇന്റേണൽ ഓർഗൻസിൽ ഓപ്പൺ സർജറികളൊക്കെ വരികയാണെങ്കിൽ അത് കാർഡിയോവാസ്കുലർ thoracic ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ എന്ത് പറയാം? ഇപ്പോ ഹാർട്ടിന്റെ സർജറി അല്ലെ, ബൈപ്പാസ് സർജറി, അതുപോലെ വാൽവ് മാറ്റിവരുത്തൽ ശസ്ത്രക്രിയ, ഇതൊക്കെ ഓപ്പൺ സർജറികളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പൺ സർജറികളൊക്കെ കഴിഞ്ഞ് ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയോ വാസ്കുലർ thoracic ഇന്റൻസീവ് കെയർ യൂണിറ്റ്. തേർഡ് വൺ ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് GICU. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനു വേണ്ടിയായിരിക്കും? നമ്മുടെ സ്റ്റൊമക്ക് അല്ലെ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, അതുപോലെ തന്നെ നമ്മുടെ എലിമെന്ററി കനാൽ, നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റൊമക്കും അബ്ഡോമനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ അല്ലെ, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ്ങുകളോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാൻക്രിയാസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിലോ അങ്ങനെയുള്ള ആ ഒരു വയറുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളുള്ളവർക്ക് തീവ്ര പരിചരണം കൊടുക്കാനായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ICU ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ MICU. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടാ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ആക്സിഡന്റ്, അതുപോലെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള അല്ലെ, അതായത് ഇപ്പൊ റെസ്പിറേറ്ററി ഡിഫിക്കൽട്ട് ഉള്ളവര്, റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ളവര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ് പോലെയുള്ളവരോ, അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസുകൾ വന്നവരോ, പോയിസണിങ് ഏറ്റവരോ, അങ്ങനെയുള്ളവരെ ഒരു ജനറൽ ആയിട്ട് നമ്മുടെ ചെയ്യുന്ന അതായത് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഒരു ഏരിയയാണ്
മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ MICU അല്ലെ. അപ്പൊ അവിടെ ജനറൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അത് കൂടാതെ വരുന്ന ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള കേസുകളൊക്കെ നമ്മൾ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ MICUലാണ് കൊടുക്കുന്നത്. റെസ്പിറേറ്ററി ഫെയിലിയർ, അതുപോലെ തന്നെ ഓർഗൻസിന് എന്തെങ്കിലും ഫെയിലിയർ അല്ലെങ്കിൽ ഓർഗൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസോ പോയിസണിംഗ് ഒക്കെ വരുന്ന കേസുകളിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. ഫിഫ്ത്ത് പോയിന്റ് ഒക്കെ ടൈപ്പ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU. നിയോനേറ്റൽ എന്ന് പറയുമ്പോൾ കുട്ടികളെ എങ്ങനെയുള്ള കുട്ടികളാണ്, എങ്ങനെയുള്ള കുട്ടികളായിരിക്കും? ന്യൂബോൺ ആയിരിക്കും അല്ലെ, ന്യൂബോൺ ബേബീസ് ആയിരിക്കും. അപ്പൊ ജനിച്ച ഉടനെയുള്ള അല്ലെങ്കിൽ പ്രിമച്വർ ആയിട്ടുള്ള കുട്ടികൾ, മാസം തികയാതെ ജനിച്ച കുട്ടികൾ അല്ലെങ്കിൽ ന്യൂബോൺ ആയിട്ട് ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ തീവ്രപരിചരണം കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഏത് ICU? നിയോനേറ്റൽ ICU അല്ലെങ്കിൽ NICU എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനായിരിക്കും? ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ബ്രെയിൻ അല്ലെ, നമ്മുടെ ബ്രെയിൻ അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് ഒക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെ, ബ്രെയിൻ ഇഞ്ചുറിയോ സ്പൈനൽ കോഡ് ഇഞ്ചുറിയോ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ട്യൂമർ, സ്ട്രോക്ക് പോലെയുള്ളവയൊക്കെയാണ്. അങ്ങനെയുള്ള പേഷ്യൻസ് ബ്രെയിൻ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള തീവ്ര പരിചരണം കൊടുക്കാനായിട്ട് അവർ അഡ്മിറ്റ് ചെയ്യുന്ന ICU ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. സെവൻത് വൺ ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് PICU, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്തായിരിക്കും? കുട്ടികള് അല്ലെ, മുതിർന്ന കുട്ടികൾ, അതായത് ഒരു 15 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ട്രീറ്റ്മെന്റുകൾ, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഹെൽത്തുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തീവ്ര പരിചരണം കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എയ്ത്ത് വൺ ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തായിരിക്കും? പേരിൽ നിന്ന് തന്നെ അറിയാലോ, സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ വ്യക്തികൾ അല്ലെ. അപ്പൊ അത് നമ്മുടെ ഓർത്തോപീഡിയ, നമ്മുടെ ബോൺസുമായി ബന്ധപ്പെട്ട സർജറി ആവാം, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ്, അങ്ങനെയുള്ള കുറച്ചും കൂടി മേജർ സർജറീസ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്മിറ്റ് ആക്കുന്ന ഒരു ICU ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ SICU. നയൻത് വൺ ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ പേഷ്യൻസിനെ ആയിരിക്കും കൊണ്ടുവരിക? ട്രോമ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഏറ്റവര് അല്ലെ, ഇപ്പൊ ആക്സിഡന്റുകൾ വഴിയാവാം, അല്ലാന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മുകളിൽ നിന്നൊക്കെ വീണതാവാം, അല്ലെങ്കിലോ പിന്നെ എന്താണ് എന്തെങ്കിലും റേപ്പ് അറ്റംപ്റ്റുകളോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മറ്റ് അക്രമങ്ങള്, അതായത് ഇപ്പൊ കത്തിക്കുത്തു കേസുകളോ അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങള്, അതുപോലെ വലിയ രീതിയിൽ പൊള്ളലേറ്റവര്, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലാണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. ആ ഒരു സെക്ഷനാണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. 9 എണ്ണവും ആ ടൈപ്പും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണത്തിന്. കാരണം ഈ ഒരു 9 ടൈപ്പ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും 1 or 2 ഒക്കെ ചിലപ്പോൾ എക്സാമിൽ ചോദിച്ചേക്കാം. ചെറിയൊരു ചാപ്റ്ററും കൂടി ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അതിനുള്ള ഇതിൽ നിന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ 1 or 2 എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കാം. അതുകൊണ്ട് തന്നെ ആ എക്സ്പാൻഡഡ് ഫോം എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ ഓപ്ഷനിൽ തന്നെ ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കി വെച്ചേക്കാം, നീ എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇവിടെ നെക്സ്റ്റ് നമ്മള് ICUവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ICU രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ യൂണിറ്റ്, സെക്കൻഡ് വൺ ആണ് ക്ലോസ്ഡ് യൂണിറ്റ്. ICU രണ്ടായിട്ട് അതിന്റെ ഓർഗനൈസേഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ യൂണിറ്റ്, സെക്കൻഡ് വൺ ആണ് ക്ലോസ്ഡ് യൂണിറ്റ്.
അതിൽ ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് all attending physicians may admit and care for patients. ഇവിടെ ഓപ്പൺ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ ICU പോലെ തന്നെയാണ്. ഇവിടെ ഒരു ഫിസിഷ്യൻസ് ആണ് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനെയും അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നതും ആരായിരിക്കും? ഫിസിഷ്യൻസ് ആയിരിക്കും. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ആകുമ്പോൾ അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഫിസിഷ്യൻസ് ആയിരിക്കും. Then triage decision falls on the director of ICU when there is bed or staff shortage. Triage എന്ന് പറഞ്ഞാൽ എന്താ triage? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലേ triage? എന്താ triage? അതായത് ഡിസീസ് ലെവൽ അല്ലെ, ഗുരുതരാവസ്ഥ. ഓരോ പേഷ്യൻസിന്റെയും ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്യുന്നു അല്ലെ, വേർതിരിക്കുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ് ആണ് ട്രയേജ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ICUലേക്ക് വേണ്ട പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUലേക്ക് പ്രവേശിപ്പിക്കുന്നത്, അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ICUലേക്ക് ഇങ്ങനെ വരുന്ന, അതായത് ICUലേക്ക് അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിസിഷ്യൻസ് ആണ് വരുന്ന എല്ലാ പേഷ്യൻസിനെയും എന്ത് ചെയ്യുന്നത്? അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ചിലപ്പോ ഈ ഒരു ഓപ്പൺ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ച്, അതായത് ജീവനക്കാർ, അവിടെയുള്ള സ്റ്റാഫുകളുടെ ഷോർട്ടേജ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ബെഡ്, ആ ഒരു ICUമായി ബന്ധപ്പെട്ട് ബെഡിന്റെ ഷോർട്ടേജ് മൂലമോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഷോർട്ടേജ് മൂലമോ ആ ഒരു ICU ഡയറക്ടർ അല്ലെങ്കിൽ ആ ഫിസിഷ്യന് കൃത്യമായിട്ടുള്ള ആ ഒരു ഗുരുതരാവസ്ഥയിലുള്ള ആ ഒരു പേഷ്യന്റിന്റെ അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റാറില്ല, ചിലപ്പോൾ തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കാറില്ല. അപ്പൊ ഒരു ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പോലും, ഒരു ഓപ്പൺ യൂണിറ്റ് ICU ആണെങ്കിൽ പോലും അവിടെ എപ്പോഴും അവരെന്താണ്, ആരാണ് അഡ്മിറ്റ് ചെയ്യുന്നത് പേഷ്യൻസിനെ? അവരെ വരുന്ന ഓരോ പേഷ്യൻസിനെയും അറ്റൻഡ് ചെയ്യുന്നതും അവരെ അഡ്മിറ്റ് ചെയ്യുന്നതും ഫിസിഷ്യൻസ് ആണ്. ക്ലിയർ ആവുന്നുണ്ട്? അതിനൊരു വ്യത്യാസം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഫിസിഷ്യൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഫിസിഷ്യൻസ് അവിടെ അഡ്മിറ്റ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിസിഷ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു കൺസൾട്ടൻസി ആവശ്യമായിട്ട് വന്നാൽ മാത്രമേ അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരെ വന്ന് കൺസൾട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം അവരുടെ എല്ലാ കാര്യങ്ങളും വേണ്ട ട്രീറ്റ്മെന്റുകളും ഒക്കെ കൊടുക്കുന്നത് ഫിസിഷ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പൺ യൂണിറ്റിലേക്ക് പ്രധാനമായിട്ടും ഇപ്പൊ അവരുടെ ഒരു ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു ഓപ്പൺ യൂണിറ്റ് ആക്കിയിരിക്കുന്നത് തന്നെ അവിടുത്തെ പേഷ്യൻസിന്റെ കുറവ് മൂലം, സ്റ്റാഫുകളുടെ, അവിടെയുള്ള ജീവനക്കാരുടെ കുറവ് മൂലമോ അല്ലെങ്കിൽ ബെഡിന്റെ ഒക്കെ കുറവ് മൂലം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ യൂണിറ്റിലേക്ക് പേഷ്യൻസിനെ ആക്കേണ്ടി വന്നാൽ പോലും ആ പേഷ്യൻസിന്റെ ഗുരുതരാവസ്ഥ, ഓരോ പേഷ്യൻസിനും ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം എന്നുള്ളത് ചിലപ്പോൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല ഈ ഒരു ഓപ്പൺ യൂണിറ്റില്. അതിന് ഒരു മേജർ ഡ്രോബാക്ക്, മേജർ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഓഫ് ദിസ് concept is that these physicians might not have received a specialized training for managing critically ill patients is the major drawback of this concept. അപ്പൊ ഇവിടെ ഒരു മേജർ ഡ്രോബാക്ക്, അതായത് ഒരു മേജർ ആയിട്ട് ഈ ഒരു ഓപ്പൺ യൂണിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള നമുക്ക് കിട്ടാത്ത ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞു ഫിസിഷ്യൻ ആണ് അവിടെ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നത്, അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള കെയറുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പൊ ഫിസിഷ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഓരോ വിഭാഗങ്ങൾക്കും അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കാർഡിയോളജിസ്റ്റുകൾ, നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടാണ് പൾമണോളജിസ്റ്റുകൾ. അങ്ങനെ ഓരോ രീതിയിൽ അല്ലെ, ന്യൂറോളജിസ്റ്റുകൾ, അങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ലേ. അപ്പൊ ഓരോ രോഗത്തിനും അവരുടേതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടില്ലേ നമ്മള് ട്രീറ്റ്മെന്റുകൾ വാങ്ങുക. അതേസമയം ഈ ഓപ്പൺ യൂണിറ്റില് എപ്പോഴും ഫിസിഷ്യൻസ് ആണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിഷ്യൻസിന് ഇങ്ങനെ ICUയിലുള്ള എല്ലാ പേഷ്യൻസിനെയും, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിലുള്ള എല്ലാ പേഷ്യൻസിനെയും മാനേജ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങുകളൊന്നും കിട്ടാതെ വരുന്ന ഫിസിഷ്യൻസ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ കെയറുകളോ ചിലപ്പോൾ അവർക്ക് അവരുടേതായ അവസ്ഥയ്ക്ക് അനുസരിച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു ഓപ്പൺ യൂണിറ്റിൽ സാധിക്കാറില്ല.
ക്ലിയർ ആവുന്നുണ്ടോ? ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറയുന്നത് അവിടെ എല്ലാ പേഷ്യൻസിനെയും അറ്റൻഡ് ചെയ്യുന്നതും ഫിസിഷ്യൻസ് ആണ്. അപ്പൊ ഫിസിഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവർ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് അല്ലെ, സ്പെഷ്യലൈസേഷൻസിലുള്ള ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ചിലപ്പോൾ ഈ ഒരു ഓപ്പൺ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ കുറവ് മൂലമോ ICUവിലുള്ള ബെഡിന്റെ കുറവ് മൂലമോ നമുക്കൊരു ഓപ്പൺ യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് പോലും വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഗുരുതരാവസ്ഥ നോക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് ചില സന്ദർഭങ്ങളിൽ സാധിക്കാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവരെല്ലാവരെയും അറ്റൻഡ് ചെയ്യുന്നത് ആരാണ്? ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ രോഗത്തിനും അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ സ്പെഷ്യലിസ്റ്റുകളെ ഇവരെ നോക്കുന്നെങ്കിലോ അവർക്ക് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കെയറും കൊടുക്കാനും അവർക്ക് അതിനനുസരിച്ച് അവരെ നിരീക്ഷിച്ച് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതേസമയം ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടുള്ള ഒരാളാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ട് ആ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളോ കെയറുകളോ ഒന്നും കൊടുക്കാനായിട്ട് ഈ ഒരു ഓപ്പൺ യൂണിറ്റ് വഴി ചില സമയങ്ങളിൽ സാധിക്കാറില്ല. ഓക്കെ ആണോ ഓപ്പൺ യൂണിറ്റ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലോസ്ഡ് യൂണിറ്റ് അല്ലെ. ക്ലോസ്ഡ് യൂണിറ്റ് ആകുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? ദ ഡയറക്ടേഴ്സ് ആൻഡ് ഓർ അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജസ്. ഇപ്പൊ ഇവിടെ ക്ലോസ്ഡ് യൂണിറ്റിൽ വരുമ്പോ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഫിസിഷ്യൻസ് അല്ല ചെയ്യുന്നത്, ഇവിടെ മറിച്ച് ആരാണ് ചെയ്യുന്നത്? അവിടെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അവരെയാണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത് ആ ലാസ്റ്റ് പോയിന്റ് നോക്കി, ഇന്റൻസിവിസ്റ്റുകൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ, ചോദിക്കാറുണ്ട്. ഇന്റൻസിവിസ്റ്റുകൾ ആർ സ്പെഷ്യലി skilled in treating critically ill patients. ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ സ്കില്ലുകൾ കിട്ടിയിട്ടുള്ളവരാണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇന്റൻസിവിസ്റ്റ് എന്നുള്ളത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇന്റൻസിവിസ്റ്റുകൾ. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ICUയിലുള്ള ഓരോ പേഷ്യൻസിനെയും അവരുടെ ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും അവരെ മാനേജ് ചെയ്യാനും സ്പെഷ്യലി ട്രെയിനിങ്ങിൽ കിട്ടിയിട്ടുള്ളവരായിരിക്കും ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഡോക്ടേഴ്സ്. അപ്പൊ അവരാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ക്ലോസ്ഡ് യൂണിറ്റില് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരുമാണ് ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റില് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നതും. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ മറ്റേ ഓപ്പൺ യൂണിറ്റിൽ വരുമ്പോൾ ഫിസിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് വരുന്നത്? ഇന്റൻസിവിസ്റ്റുകൾ. ഓരോന്നിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആ വരുന്ന ICUയിലുള്ള ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയറും കൊടുക്കാനായിട്ട് സ്കില്ലുള്ളവരാണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരാണ് ആ വരുന്ന ഓരോ പേഷ്യൻസിനെയും ICUയിലേക്ക് ക്ലോസ്ഡ് യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിനനുസരിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇവിടുത്തെ കണ്ടീഷൻ അല്ലെ. അതുകൊണ്ട് വൺസ് ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, ഒരു തവണ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിറ്റ് ടീം ടേക്ക് കേസ് ഓഫ് ഇറ്റ് ബൈ കൊളാബറേറ്റിംഗ് വിത്ത് ദ അഡ്മിറ്റിംഗ് ടീം ഫോർ എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ. അവരൊരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു ക്ലോസ്ഡ് യൂണിറ്റിലേക്ക് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ICUയിലുള്ള ആ യൂണിറ്റ് ടീം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? സഹകരിച്ചുകൊണ്ട് ഈ ഒരു അഡ്മിറ്റ് ടീമും അതുപോലെ തന്നെ ഇതിലുള്ള ICUയിലുള്ള മറ്റ് യൂണിറ്റ് ടീമുകളും എല്ലാം കൂടി ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് ഒരു പേഷ്യൻസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയറും ഒക്കെ കൊടുക്കുന്നത്. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺ. ഇനി എന്തൊക്കെ ഫോളോയിങ് റീസൺസ് വഴിയാണ് നമ്മുടെ ആ ഒരു ക്ലോസ്ഡ് യൂണിറ്റ് കുറച്ചും കൂടി ആളുകൾക്ക് എന്താണ് ബെനിഫിറ്റ് ആണെങ്കിൽ ഹെൽപ്ഫുൾ ആണ്? ഇതെന്താണ് നോക്കിയേ? മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷിയേഷൻ. ഏറ്റവും വേഗത്തിൽ തന്നെ ഒരു പേഷ്യന്റിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവരെ എന്താണ് അവരുടെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള മോണിറ്ററിങ് കാര്യങ്ങളും ചെയ്ത് അവരെങ്ങനെയാണ് അവരുടെ ഓരോ ഗുരുതരാവസ്ഥ എങ്ങനെയാണ് അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് എത്രയും വേഗം എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് ഇനിഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ആരംഭിക്കുക അല്ലെ.
അപ്പൊ എത്രയും വേഗം അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഈ ക്ലോസ്ഡ് യൂണിറ്റിൽ സാധിക്കുന്നു. ഇന്റൻസീവ് ഡിസ്ചാർജ് സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്റൻസിവിസ്റ്റുകൾ ആരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെന്താണ്? ഇന്റൻസിവിസ്റ്റുകൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, നമ്മുടെ ഐസിയുവിൽ വരുന്ന ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യലി സ്കിൽ ഉള്ളവരായിരിക്കും ഇന്റൻസിവിസ്റ്റുകൾ. ഓക്കെ ആണോ? രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചേ. ഓപ്പൺ യൂണിറ്റ് വരുമ്പോൾ അവിടെ ഫിസിഷ്യൻ ആണ് എല്ലാ പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റുകളും കെയറുകളും ഒക്കെ കൊടുക്കുന്നത്. എന്നാൽ ക്ലോസ്ഡ് യൂണിറ്റിൽ വരുമ്പോൾ ഇന്റൻസിവിസ്റ്റുകളാണ് ഓരോ പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ആ പേഷ്യന്റിന് കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഓപ്പൺ യൂണിറ്റിൽ വരുമ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള കെയർ ചിലപ്പോൾ ആ ജീവനക്കാരുടെ അഭാവം മൂലമോ ബെഡിന്റെ അഭാവം മൂലമോ ഒക്കെ ആ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റാറില്ല. കൃത്യമായിട്ട് അവരുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി ചിലപ്പോൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിസിഷ്യൻസ് ആണ് അവരെ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം, അതായത് അവർ ഈ ഐസിയുലുള്ള ഇങ്ങനെയുള്ള തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ ഒന്നും മാനേജ് ചെയ്യാനായിട്ട് സ്പെഷ്യലി സ്കിൽഡ് ട്രെയിനിങ്ങൾ കിട്ടിയവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ പേഷ്യൻസിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഓപ്പൺ യൂണിറ്റിൽ അനുഭവപ്പെടേണ്ടി വരാറുണ്ട്. എന്നാൽ ക്ലോസ്ഡ് യൂണിറ്റിൽ അങ്ങനെയുള്ള ഓരോ പേഷ്യൻസിനെയും കൃത്യമായിട്ട് നിരീക്ഷിച്ച് അവർക്കനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ക്ലോസ്ഡ് യൂണിറ്റ് വഴി സാധിക്കുന്നു. മനസ്സിലായോ? ക്ലോസ്ഡ് യൂണിറ്റും ഓപ്പൺ യൂണിറ്റും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫിംഗ്. ഇനി ഇവിടെ ഐസിയുമായി ബന്ധപ്പെട്ട സ്റ്റാഫിംഗ് എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ, മെഡിക്കൽ സ്റ്റാഫുകൾ. അപ്പൊ 4 വിഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 4 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ സ്റ്റാഫിംഗിൽ തിരിച്ചിരിക്കുന്നത് ഐസിയുവിലുള്ളത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നതാണ് മെഡിക്കൽ സ്റ്റാഫ്. അതിൽ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഇതിനുള്ളിൽ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് മെഡിക്കൽ സ്റ്റാഫിലെ 2 വിഭാഗമാണ്. ഒന്നാമത്തതാണ് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകള്. നമ്മൾ ഓൾറെഡി ഇന്റൻസിവിസ്റ്റുകൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ICUവിൽ വരുന്ന ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനും അവരെ ട്രീറ്റ് ചെയ്യാനും കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്പെഷ്യലി ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുള്ളവരാണ് ഇന്റൻസിവിസ്റ്റുകൾ. അപ്പൊ ICUവിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ് ഒരു മെഡിക്കൽ സ്റ്റാഫിൽ വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് റെസിഡന്റ് ഡോക്ടേഴ്സ്. സീനിയർ ആൻഡ് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും. അവർക്ക് കീഴിൽ ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ? നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അറിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ഒരു മെയിൻ ഡോക്ടർ ഉണ്ടാവും. അവരുടെ കീഴിൽ ട്രെയിനിങ്ങിന് വേണ്ടി നിൽക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ഈ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നതും അവര് തന്നെയാണ്. അതായത് അവര് സ്റ്റിൽ എങ്ങനെയായിരിക്കും? ട്രെയിനിങ്ങിലുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സീനിയർ ആയിട്ടുള്ളവരും ഉണ്ടാവും, ജൂനിയർ ആയിട്ടുള്ളവരും ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ ICUവിലെ മെഡിക്കൽ സ്റ്റാഫുകള് 2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആരാണ് വരുന്നത്? ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ. അവരാണ് ഏറ്റവും ഹെഡ് ആയിട്ട് നിൽക്കുന്നത്. അവരുടെ കീഴിലാണ് ആര് വരുന്നത്? ഈ ട്രെയിനിങ്ങിന് വരുന്നത്, സ്റ്റിൽ ട്രെയിനിങ്ങിലുള്ള റെസിഡന്റ് ഡോക്ടേഴ്സ്. അതിൽ തന്നെ സീനിയേഴ്സും ഉണ്ടാവും, ജൂനിയേഴ്സും ഉണ്ടാവും. അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പറയാം കേട്ടോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. Okay, next, second group ആണ് the respiratory therapist is essential part of an ICU team. Respiratory therapist എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെ. ഇപ്പൊ ICUയിലുള്ള ഒത്തിരി പേഷ്യൻസിനും കൂടുതൽ പേഷ്യൻസിനും അങ്ങനെയുള്ളവരാണ് അല്ലെ ബ്രീത്തിങ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട്. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള കേസ് വരുമ്പോഴല്ലേ നമ്മൾ ICUയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അവരെപ്പോഴും ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ പ്രസൻസ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അവർ ആ പേഷ്യൻസിന് എപ്പോഴാണോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്നത്, അപ്പോ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ICUവില് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ അവരുടെ ഫീൽഡില് കൃത്യമായി ഇപ്പൊ കാർഡിയോളജി, പൾമനോളജി എന്നുള്ള പറയുന്ന മെഡിസിനൽ ഫീൽഡിലൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ്ങുകളും സ്കില്ലും ഒക്കെ ഉള്ളവരായിരിക്കും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ചത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ആ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഒരു ശ്വാസവുമായി ബന്ധപ്പെട്ട്, ശ്വസനവുമായി ബന്ധപ്പെട്ട, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ICUവിലുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരാളെ എപ്പോഴും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ICUവിനുള്ളിൽ വളരെ അത്യാവശ്യമാണ്. നേഴ്സിംഗ് സ്റ്റാഫുകൾ.
നഴ്സിംഗ് സ്റ്റാഫുകൾ ഏതൊക്കെ വരും? ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൻഡ് ഓഫ് എബവ് ആവറേജ് കോമ്പീറ്റൻസ്. ഇപ്പൊ നഴ്സിംഗ് സ്റ്റാഫ്, ഇപ്പൊ ഒരു ICU എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട പേഷ്യൻസ് ആണ് നമ്മൾ ICUയിൽ കയറ്റുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏതൊരു സ്റ്റാഫും അതിനനുസരിച്ച് തന്നെ നല്ല ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ളവരും ആയിരിക്കണം. ഇവിടെ നഴ്സിംഗ് സ്റ്റാഫും അങ്ങനെ തന്നെയായിരിക്കണം, ഹൈ ട്രെയിനിങ് കിട്ടിയവരായിരിക്കണം. അതുപോലെ തന്നെ അവർ എബോവ് ആവറേജ് കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെ, അതായത് ഒരു ആവറേജ് കഴിവിനേക്കാൾ മുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫുകൾ ആയിരിക്കണം ICUയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, റെക്കമെൻഡഡ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. ഇനി ആ ഒരു ICUയുടെ ഉള്ളിലുള്ള നേഴ്സ് പേഷ്യന്റിന്റെ റേഷ്യോ ആണ്. ഫസ്റ്റ് വരുന്ന ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1, അതായത് ഒരു നേഴ്സ് ഒരു പേഷ്യന്റിന് എന്നുള്ളൊരു റേഷ്യോ. അല്ലെന്നുണ്ടെങ്കിലോ ഓർ 1:2, ഒരു നേഴ്സ് 2 പേഷ്യന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള ഈ 2 റേഷ്യോയിലാണ് ICUയില് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ വരുന്നത്. ഒന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു നേഴ്സിന് ഒരു പേഷ്യന്റ് ആയിരിക്കും. മാക്സിമം ആണ് എന്ത്, ഒരു നേഴ്സിന് 2 പേഷ്യന്റ് എന്ന് പറയുന്നത്. കാരണം അവർ കൃത്യമായിട്ട് നമ്മൾ അവരെ നിന്ന് മോണിറ്റർ ചെയ്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉടനടി വേണം. പെട്ടെന്നായിരിക്കും അവരുടെ ആ ഒരു അവസ്ഥകൾ മാറുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ടെങ്കിൽ എല്ലാവരും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു നേഴ്സ് ഒരു പേഷ്യന്റ് എന്ന റേഷ്യോ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നേഴ്സ് 2 പേഷ്യന്റ് ആണ് മാക്സിമം അവരുടെ ആ ഒരു നേഴ്സ് പേഷ്യന്റ് റേഷ്യോ വരുന്നത്. ഫോർത്ത് ഗ്രൂപ്പ് ആണ് ഓക്സിലറി പേഴ്സണൽ. ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഓക്സിലറി പേഴ്സണൽ? ഓക്സിലറി സഹായകമായിട്ടുള്ള ജീവനക്കാര് അല്ലെ. ഇപ്പൊ നമ്മൾ ICUയിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, നഴ്സിംഗ് സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞു. ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന സഹായകരാണ് അല്ലെ നമ്മുടെ ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ വരാം? ഇപ്പൊ ICUയിൽ തന്നെ ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ICUയുടെ ഉള്ളിൽ തന്നെയുള്ള ICU ടെക്നീഷ്യൻസ് ഉണ്ടാവും. അവര് ഈ നഴ്സിംഗ് സ്റ്റാഫിനെയും അതുപോലെ ഡോക്ടേഴ്സിനെയൊക്കെ സഹായിക്കാൻ നിൽക്കുന്നവരല്ലേ, അവരാണ് ഓക്സിലറി പേഴ്സണിലും ആദ്യമായിട്ട് വരുന്നത് ICUയിലുള്ള ടെക്നീഷ്യൻസ്. രണ്ടാമത്തതാണ് നേഴ്സിംഗ് എയ്ഡുകൾ. നേഴ്സിംഗ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ആരാ? നേഴ്സിംഗ് അസിസ്റ്റന്റുകൾ അല്ലെ, നേഴ്സസിനെ സഹായിക്കാനായിട്ടുള്ള അസിസ്റ്റ് ചെയ്യുന്നവര്. അതിൽ ആരൊക്കെ വരാം? വാർഡ് ബോയ്സ്, അതുപോലെ ഫീമെയിൽ അറ്റൻഡൻസ് അല്ലെ. മെയിൽസിനാണെങ്കിൽ അവർക്ക് അവർ ആ പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും അവരെ പൊസിഷൻസ് മാറ്റി കിടന്നാലൊക്കെ ഈ നേഴ്സസിനെയൊക്കെ ഡോക്ടേഴ്സിനെയൊക്കെ സഹായിക്കാനായിട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ സ്വീപ്പേഴ്സ്, ഇവരൊക്കെയാണ് ഓക്സിലറി പേഴ്സൺസിൽ വരുന്ന നേഴ്സിംഗ് എയ്ഡുകൾ. നേഴ്സിംഗ് എയ്ഡുകൾ എന്നൊക്കെ വാർഡ് ബോയ്സ് വരുന്നുണ്ട്, ഫീമെയിൽ അറ്റൻഡൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള സ്വീപ്പേഴ്സും എന്തിൽ വരുന്നതാണ്? ഓക്സിലറി പേഴ്സണൽ വരുന്നതാണ്. അപ്പൊ സ്റ്റാഫിംഗില് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞത് മെഡിക്കൽ സ്റ്റാഫ് ആണ്. അതിൽ ആരാ വരുന്നത്? ഫസ്റ്റ് വരുന്നത് ഏറ്റവും ഹെഡായിട്ട് വരുന്നത് ഡോക്ടർ അല്ലെ. ആരാണ്? ICU ഇൻചാർജ് അദ്ദേഹത്തിനായിരിക്കും. അവരെയാണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ അതിന് കീഴിൽ വരുന്ന ആണ് റെസിഡന്റ് ഡോക്ടേഴ്സ്, സ്റ്റിൽ ട്രെയിനിങ്ങിലുള്ളവരാണ്. അവരിൽ തന്നെ സീനിയേഴ്സും ഉണ്ടാവും, ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ടാവും. സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളാണ്. അവർ ICUയിലെ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ള എല്ലാ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പരിശീലനം ലഭിച്ചവരായിരിക്കും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ. തേർഡ് വരുന്നത് നഴ്സിംഗ് സ്റ്റാഫുകൾ. അതിൽ ഉള്ള ഓരോ നഴ്സുകളും ICUയിലുള്ള ഓരോ നഴ്സുകളും ഹൈലി ട്രെയിനിങ്ങുകൾ കിട്ടിയവരായിരിക്കണം. അതുപോലെ തന്നെ ഒരു ആവറേജ് കഴിവിന് മുകളിൽ നല്ല രീതിയിലുള്ള കഴിവുകൾ ഉള്ളവരെയാണ് നമ്മൾ ആ ഒരു ICUയിലുള്ള നഴ്സിംഗ് സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു നഴ്സിംഗ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:2 ആയിരിക്കും. ദെൻ ഓക്സിലറി പേഴ്സൺ എന്ന് പറയുന്നത് സഹായിക്കുന്ന അല്ലെ, സഹായകമായിട്ടുള്ള ജീവനക്കാര്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ICUയിലുള്ള ടെക്നീഷ്യൻസ് ആണ്. ഓരോ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ICU ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസ് ആയിട്ടുള്ള വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വീപ്പേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഓക്സിലറി പേഴ്സണൽസിൽ വരുന്നതാണ്. സ്റ്റാഫിംഗ് ക്ലിയർ ആയോ? ഓക്കെ. Then
നെക്സ്റ്റ് വരുന്നതാണ് രജിസ്ട്രാർ ഇൻ ICU. ICUവിനുള്ളിലുള്ള ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രജിസ്ട്രാർ ഉണ്ട് ICUവില്. അവരെയാണ് വൺ സീനിയർ റെസിഡന്റ്, ഒരു സീനിയർ ആയിട്ടുള്ള റെസിഡന്റ് ഡോക്ടർ ആണ് ICUവിലുള്ള രജിസ്ട്രാർ അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അവരുടെ കീഴിൽ ട്രെയിനിങ്ങിൽ വരുന്ന ആളുകളാണ് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സും ജൂനിയർ ആയിട്ടുള്ള റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് മറ്റേ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവർ അവിടെ ഉണ്ടാവില്ല. അവർ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ബാക്കി അവരുടെ കീഴിൽ ട്രെയിനിങ് ഉള്ളവരല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അവരുടെ നിർദ്ദേശപ്രകാരം ഇവരാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ രജിസ്ട്രാർ ഇൻ ICU എന്ന് പറയുന്നത് ഒരു സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. ഹു ബിക്കം രജിസ്ട്രാർ, അവരാണ് അവിടുത്തെ രജിസ്ട്രാർ ആവുന്നത്. അവരെങ്ങനെയുള്ളവരായിരിക്കും? പോസ്റ്റ് MD, ഡോക്ടർ ഓഫ് മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് MBBS കഴിഞ്ഞ് MD എടുത്ത പോസ്റ്റ് MD ആയിട്ടുള്ളവരാണ് ആരെന്ന് പറയുന്നത് സീനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. അവർ സ്റ്റിൽ ട്രെയിനിങ്ങിലുള്ളവരാണ് കേട്ടോ. വിൽ ഓൾവേസ് സീ ഓൺ ഡ്യൂട്ടി, അവരെപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. He or she can be consulted later after few years of attaining experience. അല്ലെ, എപ്പോഴും നമുക്കറിയാം ഇങ്ങനെ ട്രെയിനിങ്ങിൽ ഇരിക്കുന്നവർ ഫുൾ കാലവും അവർ ട്രെയിനിങ്ങിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ആവശ്യപ്പെട്ടോ 2 or 3 ഒക്കെ കുറച്ച് വർഷങ്ങൾ അവർ ട്രെയിനിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുശേഷം അവരെന്തായി മെയിൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് മാറാൻ പറ്റും. അങ്ങനെയല്ലേ? അല്ലാതെ അവർ ആ ഒരു ട്രെയിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ആ ജീവിതകാലം ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ആ ഒരു മാക്സിമം നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഇപ്പൊ 1, 2, 3 വർഷങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരെന്തായി ആ ട്രെയിനിങ്ങിൽ നിന്നും അവരൊരു മെയിൻ കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്ന പോലെ അവർക്ക് മാറാം അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള സീനിയർ റെസിഡൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് MD കഴിഞ്ഞിട്ടുള്ള എപ്പോഴും ഡ്യൂട്ടിയിലുള്ള ഒരു സ്റ്റാഫാണ്, ഒരു ഡോക്ടറാണ് സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്നത്. അവർ സ്റ്റിൽ ട്രെയിനിങ്ങിലായിരിക്കും. എന്നാൽ കുറച്ച് വർഷങ്ങൾ അവർ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താവാം, ഒരു ലേറ്റർ അവർക്ക് ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫിന്റെ ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടി ആണ് വരുന്നത്. 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് വരുന്നത്. ഷിഫ്റ്റ് ഡ്യൂട്ടി ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Then the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultant must be informed. ഇനിയിപ്പോ ആ ഒരു പേഷ്യന്റ്, അതായത് ഒരു സീനിയർ റെസിഡന്റിന്റെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒരു പേഷ്യന്റിന് അവരുടെ അവസ്ഥ കുറച്ചുകൂടി മോശമായി. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പ്രധാനമായിട്ടും ആ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് അനുവാദം നൽകേണ്ടത് ശരിക്കും അതിന്റെ ആ ഒരു കൺസൾട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അവരാണെങ്കിൽ അവർ കാർഡിയോളജിസ്റ്റുകളാണ് അതിനുള്ള അനുവാദം നൽകേണ്ടത്. ഇപ്പൊ ലങ്സുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ പൾമനോളജിസ്റ്റുകളാണ്, ബ്രെയിനുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ന്യൂറോളജിസ്റ്റുകളാണ് അല്ലെ. അതേസമയം പെട്ടെന്ന് ഒരു എമർജൻസി വരുന്ന സമയത്ത് ഈ കൺസൾട്ടൻസ് അവൈലബിൾ അല്ല എങ്കിൽ ആർക്ക് ആ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഈ സീനിയർ റെസിഡന്റ് ഡോക്ടറിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം മാത്രം ആ ഒരു കൺസൾട്ടന്റ് ഡോക്ടറിനെ അത് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ സീനിയർ ആയിട്ടുള്ള റെസിഡന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? സീനിയർ റെസിഡന്റ് എന്ന് പറയുന്നതാണ് ആ ഒരു പോസ്റ്റ് MD കഴിഞ്ഞവരായിരിക്കും. അവരാണ് ആ ഒരു ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അവരെപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. കുറച്ച് വർഷങ്ങൾ അവർ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് മാറി അവർക്ക് പുതിയൊരു കൺസൾട്ടന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈം, അതായത് സീനിയറിന്റെയും ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 12 മണിക്കൂർ, ദിവസം 12 മണിക്കൂറാണ്. ഇനി ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറിനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് അവർ ഒരു പേഷ്യന്റ് ICUവിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശരിക്കും ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അവർ നോക്കുന്ന കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. എന്നാൽ കൂടി പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആർക്ക് അവിടെ ട്രീറ്റ്മെന്റ് എമർജൻസി ട്രീറ്റ്മെന്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഈ സീനിയർ റെസിഡന്റിന് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആരുടെ അനുവാദം ഇല്ലാതെ, ഈ ഒരു കൺസൾട്ടന്റിന് അനുവാദം ഇല്ലെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നാൽ അത് ഈ സീനിയർ റെസിഡന്റ് ഡോക്ടറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു കൺസൾട്ടന്റിനെ അറിയിച്ചാൽ മതിയാവും. ഓക്കെ ആണോ? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ.
നെക്സ്റ്റ് പറയുന്നതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU. ഇനി അടുത്തത് നമ്മൾ സീനിയറിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ICUലുള്ളത്. വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ്, അവരും ഇങ്ങനെയാണ്, ട്രെയിനിങ്ങിലുള്ള ഒരു ഡോക്ടർ തന്നെയാണ് അല്ലെ. അവരെന്താണ്, പോസ്റ്റ് MD കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് അവരെന്താ ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജൂനിയർ റെസിഡന്റ് ICUലുള്ള ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരും ട്രെയിനിങ്ങിലുള്ളവരാണ്, അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. ആ ഒരു ICU യൂണിറ്റിൽ ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് യൂണിറ്റിൽ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരായിരിക്കും ഈ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. Then the duty would include എന്തൊക്കെയാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി നോക്കിയേ. കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ് വൈൽ ഇൻ ICUലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് സമ്മറീസ്, ഡിസ്ചാർജ് സമ്മറി. ഒന്നുകൂടി പറയാട്ടെ, ഇതൊന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് ഒന്നുകൂടി പറയാം. ഡിസ്ചാർജ് സമ്മറികള്, ട്രീറ്റ്മെന്റ് സമ്മറി ഒക്കെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU. ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആരാണ്? ജൂനിയർ ഡോക്ടേഴ്സ്, ട്രെയിനിങ്ങിലുള്ള ജൂനിയർ ഡോക്ടേഴ്സ് ആണ്. അവര് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ല. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് MD ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്നാൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഫീൽഡ് ICUവിൽ ട്രെയിനിങ്ങിലുള്ള ഡോക്ടേഴ്സ് ആണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ICUവിൽ ഡേ ആൻഡ് നൈറ്റ് അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ഇനി ഇവിടെ പ്രധാനമായിട്ടും ഇവരിവിടെ ചെയ്യേണ്ട ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? ICUവിലുള്ള എല്ലാ പേഷ്യൻസിനെയും റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമാണ് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട സമ്മറികൾ, അവരുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട സമ്മറികളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ജൂനിയർ റെസിഡന്റ് ICUവിലുള്ള പ്രധാന ഡ്യൂട്ടി. ഓക്കെ ആണോ ജൂനിയർ റെസിഡന്റ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. അപ്പൊ ഇവിടെ ഒരു ICUയിലേക്ക് നമ്മൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചില ക്രൈറ്റീരിയ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ആ ICUയിലേക്ക് ഓരോ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. To optimize ICU resources and enhance outcomes. അപ്പൊ ആ ഒരു ICUമായി ബന്ധപ്പെട്ട ICUവിൽ എന്തൊക്കെ റിസോഴ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ICUവിലുള്ള എല്ലാ വിഭവങ്ങളും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതുവഴി എന്താണ് ICUവിൽ ഉണ്ടാവുന്ന പേഷ്യൻസിനെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ICUവിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം. നമ്മളൊരു ICUയിലേക്ക് ഒരു പേഷ്യന്റിനെ കയറ്റി കഴിഞ്ഞാൽ ICUവിന്റെ ഉള്ളിലുള്ള വിഭവങ്ങൾ, അവിടുത്തെ സ്റ്റാഫുകൾ, അവിടെയുള്ള ഡോക്ടേഴ്സ്, അവിടെയുള്ള മറ്റ് എക്യുപ്മെന്റ്സ് എല്ലാം അവിടുത്തെ റിസോഴ്സിനുള്ളിൽ വരുന്നതാണ് അല്ലെ. ആ റിസോഴ്സ് എല്ലാം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ പേഷ്യന്റിന് നല്ല രീതിയിൽ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ICUവിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഈ ICU അഡ്മിഷൻ ഷുഡ് ബി ഗൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ICUവിലുള്ള ഒരു അഡ്മിഷൻ, ഒരു പേഷ്യന്റ് വന്നാൽ അവർ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ, ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ് ഘടകങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ICUയിലുള്ള അഡ്മിഷൻ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്ന പോയിന്റ് ആണ് പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. ആ പേഷ്യൻസിന്റെ സിവിയറിറ്റി, അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മുൻഗണന അല്ലെ. അപ്പൊ ആ ഒരു രോഗത്തിന്റെ വരുന്ന ഓരോ പേഷ്യന്റിനെയും എല്ലാവരെയും നമുക്ക് ICUയിലേക്ക് പിടിച്ച് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് മുൻഗണന നൽകിയായിരിക്കണം ICUയിലോട്ടുള്ള അഡ്മിഷൻ കൊടുക്കേണ്ടത്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ട് തെറാപ്പികള്. ചില പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള, അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള തെറാപ്പികള്, കാര്യങ്ങള് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വേണ്ടി വരുന്ന പേഷ്യൻസിനെയും നമ്മൾ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. അവരുടെ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവര്, അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ജീവൻ എന്താണ്, ഇപ്പൊ
ഓക്സിജൻ തെറാപ്പി, നമ്മുടെ എയർവേ ബാറ്റിൽ നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ആംബുലൻസ് ക്ലാസ്സിൽ നമ്മുടെ ട്രക്കിയോസ്റ്റോമി പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർ, അപ്പൊ അവർക്കൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ റൂമുകളിലോ വാർഡിലോ ഒക്കെ എടുത്തിയാലൊന്നും അവർക്ക് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ICU-നുള്ളിലുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അത് ആവശ്യമായിട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ICU-നുള്ള അഡ്മിഷനിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, അതായത് രോഗനിർണയം. ചിലപ്പോൾ ഒരു പേഷ്യന്റിന് ഒത്തിരി നാളായിട്ട് അവർ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ചിലപ്പോൾ അവർക്ക് ഒരു രോഗമൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റാതെ വരികയോ അവർക്ക് ഗുരുതരമായി വരികയാണ് ചെയ്യുകയാണെങ്കിൽ ഈ ICU-ൽ അവർ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് അവരുടെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും പേഷ്യൻസിനെ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു അഡ്മിഷൻ അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്നോസിസിന്റെ ബേസിസിൽ, അതായത് പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ രോഗം പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ ഇന്ന രോഗമാണെന്ന് നമുക്ക് പറയാം. എന്നാൽ കൂടി പ്രോഗ്നോസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടർ പ്രവചിക്കുകയാണ്. അതായത് ഇവരുടെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആദ്യമൊക്കെ നമ്മളിപ്പോ ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമായിട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ നടുവേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വയറുവേദനയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം തന്നെ നമുക്ക് കുറെ ടെസ്റ്റുകൾ എഴുതി തരാമല്ലോ ചെയ്യുന്നത്. നമ്മുടെ സിംറ്റമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ ഒരു ഏകദേശം ഇന്ന രോഗമായിരിക്കും നമ്മളോട് പറയും, അല്ലേ? പ്രവചിക്കൂലേ? ഇന്ന രോഗമായിരിക്കും, ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ ഇങ്ങനെയായിരിക്കും, അപ്പൊ മേ ബി ഇന്നൊരു അസുഖമായിരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാറില്ലേ? അതാണ് പ്രോഗ്നോസിസ്, പ്രവചനം. അതായത് മുൻകൂട്ടി അവർ ആ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് അവരൊന്ന് അനലൈസ് ചെയ്ത് ഇന്ന കാര്യമായിരിക്കാം എന്നവർ പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള രോഗം അവരുടെ സിംറ്റംസും കാര്യങ്ങളും കാണുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറിന് ഏകദേശം മനസ്സിലാവും, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഡോക്ടർ ഇന്ന രോഗമാണെന്ന് പ്രവചിച്ച് അതാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? ICU-ൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സിവിയർ ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ രോഗം അത്രയും അധികം സിവിയറിറ്റി ഗുരുതരാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഉടനെ നമ്മൾ ഈ ഒരു രോഗം കണ്ടുപിടിച്ചതിന് ശേഷമേ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നതാണെന്ന് ഡോക്ടർ അസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രവചിച്ചതിന് ശേഷം അത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ICU-ലേക്ക് അഡ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്, അതായത് ഇടപെടലുകളിൽ നിന്നുള്ള പ്രയോജനം. അതായത് ഒരു പേഷ്യന്റ്, ഇപ്പൊ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റുമായിട്ടുള്ള ഏതൊരു ഇടപെടലും, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാവാം, അവർക്ക് മറ്റെന്തെങ്കിലും കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വെന്റിലേറ്ററിന്റെ ഫെസിലിറ്റി, മറ്റ് എക്യുപ്മെന്റ്സിന്റെ ഫെസിലിറ്റി, അവിടെയുള്ള സ്റ്റാഫുകൾ അവരുമായിട്ട് ഇടപെടുന്നത് എല്ലാം അവരുടെ ഒരു ഇടപെടലാണ്, അല്ലെ? അപ്പൊ വരുന്ന ഓരോ പേഷ്യൻസിനും ഇപ്പൊ അവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വെന്റിലേറ്റർ സൗകര്യം ആവശ്യമായിട്ടുള്ള വരുന്നവരായിരിക്കും. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഇടപെടലുകളോട് കൂടിയിട്ടുള്ള അത് ആവശ്യമായിട്ട് വരുന്നവരുണ്ടാവും, അല്ലെ? ചില സ്പെഷ്യൽ പേഷ്യൻസിന് അങ്ങനെയല്ലേ, നമുക്ക് അവർ ചിലപ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ റൂമോ വാർഡുകളിലേക്ക് മാറ്റിയാലോ ഒന്നും ചിലപ്പോൾ അവർക്ക് ഈ ICU-നുള്ളിൽ കിട്ടുന്ന ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്, അതായത് അങ്ങനെയുള്ള ICU-നുള്ളിലുള്ള അതേ കണ്ടീഷൻസ് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്, വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വെന്റിലേറ്ററൊക്കെ നമ്മൾ കൊടുക്കുന്ന ICU-നുള്ളിൽ വെച്ചല്ലേ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ഇടപെടലുകളിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കണം. ഇതൊരു ICU-ൽ നമ്മളൊരു വെന്റിലേറ്റർ സഹായം കൊടുക്കുന്ന ഒരു ഇടപെടലാണ്. അവിടുത്തെ സ്റ്റാഫുകൾ ഇടപെട്ട ആ ഒരു പേഷ്യന്റിന് അവർക്കുള്ള ആ ഒരു പ്രയോജനം നൽകുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്, അതായത് അവർക്ക് വീടുകളിലേക്കോ വാർഡിലോ റൂമിലേക്കോ ഒക്കെ മാറ്റിയാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പ്രയോജനം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ICU-ൽ മാത്രമേ അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അഡ്മിഷൻ കൊടുക്കാനായിട്ട് ICU-ൽ നിർബന്ധിതരാകുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് ബെഡ് അവൈലബിലിറ്റി, അല്ലെ? നമ്മൾ എല്ലാ പേഷ്യൻസിനെയും കൊണ്ടുവന്ന ICU-ൽ കെട്ടിക്കഴിഞ്ഞാൽ ബെഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ ICU-ന്റെ ഉള്ളിൽ എത്ര ബെഡ് അവൈലബിൾ ആണ് എന്നത് കൂടി നോക്കിയിട്ടായിരിക്കും ഓരോ പേഷ്യന്റിനെയും ICU-ലേക്ക് എന്ത് ചെയ്യുന്നത്? അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു എന്താ? ആ ഒരു പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് വേണം, അവിടെ മുൻഗണന നൽകി വേണം ആ പേഷ്യന്റിനെ ICU-ലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത്
സ്പെസിഫിക് പേഷ്യന്റ് നീഡ്, അതായത് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന, അവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ, എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉള്ള ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ, സ്പെസിഫിക് പേഷ്യൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ICU തന്നെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രോഗനിർണയം നടത്തി ആ ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ICUലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രോഗ്നോസിസ്, ഡോക്ടർ രോഗനിർണയം ഓൾറെഡി രോഗം പ്രവചിച്ചിട്ട് അത് കൃത്യമാണോ, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇനി കൊടുക്കാൻ പറ്റും എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രോഗ്നോസിസ് ചെയ്ത പേഷ്യൻസിനെ എന്ത് ചെയ്യാം, ആ ഒരു ICUലോട്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രയോജനങ്ങൾ, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപെടലിൽ നിന്നും പ്രയോജനം കിട്ടേണ്ടത്, ഇപ്പോൾ വെന്റിലേറ്റർ പോലുള്ള സൗകര്യങ്ങൾ, അതുപോലെ ICUയുടെ ഉള്ളിൽ മാത്രം ഉള്ള ആ ഒരു ട്രീറ്റ്മെന്റും കെയറും മാത്രമേ കിട്ടേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ആ ഒരു ICUയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റും കെയറും കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ICUയുടെ അഡ്മിഷനിലേക്ക് ഉൾപ്പെടുത്താറുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് ബെഡ് അവൈലബിലിറ്റി. ICUവിന്റെ ഉള്ളിൽ എത്ര ബെഡ് അവൈലബിൾ ആണ് എന്നതിനനുസരിച്ച് കൂടിയാണ് ICUയിലോട്ടുള്ള ഓരോ പേഷ്യൻസിനെയും അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ആ ഒരു എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ICUവിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ചെറിയ ചാപ്റ്റർ ആണ്, ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ കൊടുത്തിട്ടുള്ളൂ, ഒത്തിരി വാല്യൂ വെച്ചിട്ടൊന്നും നമുക്ക് പഠിക്കാനൊന്നും തന്നിട്ടില്ല. ഒരു 3 പോയിന്റ് പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ നോക്കി, connection with the parent unit എന്ന് പറഞ്ഞാൽ mother unit is necessary for proper treatment of patients in ICU. ICUയിലുള്ള പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ട് ഒരു ശരിയായ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് വരുന്നത് എന്താണ്, പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാതൃ യൂണിറ്റ്. ഇപ്പൊ തീരെ കുഞ്ഞു കുട്ടികളാണ്, ഇപ്പൊ നിയോനേറ്റൽ ICU ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെയൊക്കെ കേസാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള തീരെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് ഇപ്പൊ ഒരു ICUവിൽ അവരെ കിടത്തേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാല് അവരെ നോക്കാനായിട്ട് ആരെ നിർത്താറ് അവരുടെ കൂടെ അറിയാമോ? ആരെ നിർത്താറ്? ഇപ്പൊ തീരെ കുഞ്ഞായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ ബോൺ ബേബീസോ അല്ലെങ്കിൽ ഒട്ടും തീരെ കുഞ്ഞായിട്ടുള്ള കുട്ടികളാണെങ്കിലൊക്കെ അവരുടെ കൂടെ നിർത്തുന്നത് അവരെ ആ നേഴ്സസ് മാത്രമല്ല, നേഴ്സസിന് പകരം അവരെ ആരാണ് അവരുടെ കെയർ കൊടുക്കാനായിട്ട് അവരുടെ കൂടെ ട്രീറ്റ്മെന്റിന് കൂടെ നിർത്താറ്? അവരുടെ അമ്മയാണ് അല്ലെ, ആ കുഞ്ഞിന്റെ അമ്മയല്ലേ നിർത്താറ്? ആണോ? നിങ്ങൾ എന്തൊരു റെസ്പോണ്ട് ഇല്ലാത്തേ? അല്ലേ, അങ്ങനെയല്ലേ നിർത്താറ്? കേട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ തീരെ വയ്യ, കാരണം അവരെ നമ്മുടെ ആ ഒരു നേഴ്സിന് പകരം അവരെ ആര് നിർത്തുക? അമ്മയാണ് നിർത്തുക അല്ലെ, ആ കുട്ടിയുടെ മദറിനെയായിരിക്കും നിർത്തുക അല്ലെ. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മാതൃ യൂണിറ്റുകളാണ്. അപ്പൊ അവരെന്ന് പറയുന്നത് അവരിപ്പോ എല്ലാ ICU എല്ലാ ടൈപ്പും ഉണ്ടല്ലോ. അപ്പൊ അതിൽ വലിയ എന്താണ് കുറച്ച് വലിയവരാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആവശ്യം അധികം വരാറില്ല അല്ലെ. അതേസമയം തീരെ കുട്ടികൾ അല്ലെങ്കിൽ ചിൽഡ്രൻസ് പീഡിയാട്രിക് ICU പോലുള്ള കേസുകൾ വരുമ്പോ അവിടെ സ്പെസിഫിക് ആയിട്ട് ഇവരുടെ മാതൃ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റുകൾ ICUയിൽ കൊടുക്കുന്നത്. അപ്പൊ അവിടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യൻസിന് ആവശ്യമാണ്, ആ കുട്ടി എന്ന് പറയുന്ന ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കാനായിട്ട് അവരുടെ നഴ്സിന് പകരം അവരുടെ മദറിനെയാണ് ഉൾപ്പെടുത്തുന്നത്. അതാണ് ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി അവരുടെ ആ ഒരു മദർ പോലുള്ള അവരുടെ പാരന്റ്സിന്റെ ആ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടാക്കിയായിരിക്കണം ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ആ പോയിന്റ് ക്ലിയർ ആയോ? Okay, second point, routine ICU round shall be held in morning 9 to 11 AM under whom patient is admitted. ഇനി എന്ത് ചെയ്യും? നമ്മൾ അറിയാലോ, ഹോസ്പിറ്റലിൽ എപ്പോഴും വാർഡുകളിലാണെങ്കിലും റൂമിലാണെങ്കിലും നമ്മുടെ ICUയിലാണെങ്കിൽ പോലും റൗണ്ട്സിന് ഡോക്ടേഴ്സ് വരും അല്ലെ. അത് തന്നെയാണ് ICUവിലും പറയുന്നത്. റൗണ്ട്സിന് ICUയിലുള്ള റൗണ്ട്സിന് എത്ര മണി സമയം പറഞ്ഞിരിക്കുന്നത്? മോർണിംഗ് 9 to 11 AM റൗണ്ട്സിന് എന്ത് ചെയ്യും? ഏത് ഡോക്ടറാണോ ആ പേഷ്യന്റിനെ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് ആ ഡോക്ടർ എന്ത് ചെയ്യും? റൗണ്ട്സിന് 9 മുതൽ 11 മണിക്കുള്ളിൽ ആ ഒരു ICUവിൽ റൗണ്ട്സിന് വരും.
Next, the main decision regarding treatment is taken in this round. അപ്പൊ ഇങ്ങനെ റൗണ്ട്സിന് വരുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കും അല്ലെ, ഇന്ന കണ്ടീഷൻ എങ്ങനെയുണ്ട്, ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, അപ്പൊ അവർക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവരോട് ചോദിക്കും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആ നേഴ്സിനോടാ ചോദിക്കുക അല്ലെ, അവർക്ക് എങ്ങനെയുണ്ട് കണ്ടീഷൻ, ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ ആ റൗണ്ട്സിന് വരുമ്പോൾ ചോദിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റൗണ്ട്സിന് വരുന്ന സമയത്താണ് ഇനി അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ റൗണ്ട്സിന് വരുന്ന സമയത്താണ് തീരുമാനിക്കുന്നത്. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. The main decision regarding treatment. അവർക്ക് ഇനി അവരുടെ ഓരോ ദിവസത്തെയും കണ്ടീഷൻ അനുസരിച്ചാണ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇനി പുതിയതായിട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ഡോക്ടർ റൗണ്ട്സിന് വരുന്ന സമയത്താണ് ഇനി എന്ത് ട്രീറ്റ്മെന്റ് ആ ഒരു പേഷ്യന്റിന് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. Third point നോക്കിയേ, the treatment initiated to patient is written by the senior resident posted in ICU. Extensive care is given to patient. അപ്പൊ ഏത് ട്രീറ്റ്മെന്റുകളാണ് ഇപ്പോ പേഷ്യൻസിന് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആര് എഴുതി വെക്കണം? സീനിയർ റെസിഡന്റ് ഡോക്ടർ എഴുതി വെക്കണം. അപ്പൊ സീനിയർ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് സീനിയർ റെസിഡന്റ് ഡോക്ടറിന് അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് തുടങ്ങുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം? അവര് കൃത്യമായിട്ട് ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ ആ പേഷ്യൻസിന് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ സീനിയർ റെസിഡന്റ് ഡോക്ടർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതുപോലെ തന്നെ ICUല് ഓരോ പേഷ്യൻസിനും വിപുലമായിട്ടുള്ള എന്ത് കൊടുക്കണം? പരിചരണം നൽകുകയും വേണം. അത് ആ ഒരു സീനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടിയിൽ പറയുന്നതാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മുടെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ, ICUല് നടക്കുന്ന ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ആരുമായിട്ട് ICUലുള്ളവർ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം? ഒരു പാരന്റ് യൂണിറ്റുമായിട്ട്. അതായത് ഇപ്പൊ കുട്ടികളാണ് ന്യൂനേറ്റൽ ICU, പീഡിയാട്രിക് ICU തന്നെയാണ് കൂടുതലും ഇതിന്റെ ഒരു സേവനം വരുന്നത് അല്ലെ. അപ്പൊ കുട്ടികളാണ് അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പേഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് അവിടെ ICUനുള്ളിൽ പരിചരണം കൊടുക്കണമെങ്കിൽ അതിന് നേഴ്സിന് പകരം അവരുടെ മദറിനെ അല്ലെ, അവർക്ക് ഏറ്റവും അടുത്തുള്ള ആരാണോ അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെയാണ് അവിടെ നിയമിക്കുന്നത്. അതാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയതിനു ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ICUലുള്ള പേഷ്യൻസിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തതായിട്ട് പറഞ്ഞത് ICUല് ഏത് പേഷ്യൻസിനെയും റൗണ്ട്സിന്റെ ഡോക്ടേഴ്സ് വരുന്ന സമയം എന്ന് പറയുന്നത് 9 മുതൽ 11 AM ആ സമയത്ത് ഏത് പേഷ്യന്റിനെ ആരാണോ, ഏത് ഡോക്ടറാണോ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയത് അതാത് ഡോക്ടേഴ്സ് വന്നാണ് അവരെ കൺസൾട്ട് ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്താണ് ആ പേഷ്യന്റിന് ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തേർഡ് വൺ പറഞ്ഞത് സീനിയർ ആയിട്ടുള്ള റെസിഡന്റ് ഡോക്ടേഴ്സിന് ഒരു എമർജൻസി സിറ്റുവേഷനോ കാര്യങ്ങളോ വന്നാൽ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, ഇനിഷ്യേറ്റ് ചെയ്യാം. ഈ കൺസൾട്ടന്റ് ആ വരുന്ന ഡോക്ടറുടെ പ്രകാരവും അവർക്ക് പുതിയ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാണോ ആ ട്രീറ്റ്മെന്റുകൾ ഓരോ പുതിയ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ സീനിയർ റെസിഡന്റ് ഡോക്ടർ അത് റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കണം. അതുപോലെ തന്നെ അതിനനുസരിച്ച് നല്ല വിപുലമായിട്ടുള്ള പരിചരണം ICUലുള്ള ഓരോ പേഷ്യൻസിനും കൊടുക്കുകയും വേണം. ഓക്കെ ആണോ? ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വേണ്ടതായിട്ടുള്ള പ്രൊസീജിയറുകളാണ് പറയുന്നത് കേട്ടോ. അതിലും ഒരു 3 പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് വൺ നോക്കിയേ, പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ് അല്ലെ. നമുക്കറിയാം ICUലുള്ള പേഷ്യൻസ് അവരുടെ ആ ഒരു നിലവിലുള്ള ആ ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷൻ, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ കുറഞ്ഞ് അവരൊന്ന് റിക്കവർ ആയി വരികയാണ്. അവരുടെ ആ ഒരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ അവരെ കുറച്ച് സ്റ്റഡി ആയി, ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഒന്നും ഇല്ലാതെ അവർ റിക്കവർ ആയി നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ, ആ ഒരു ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് വരി പറയുന്നതാണ് പേഷ്യൻസ് whom immediate threat is lessened. അതായത് പെട്ടെന്നുള്ള അവരുടെ ഗുരുതരമായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറഞ്ഞു. അവർ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അവരുടെ അവസ്ഥ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ഒന്നും ഇല്ല. അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ എന്ത് ചെയ്തു? കുറഞ്ഞു. ബട്ട് നീഡ് ക്ലോസ് ഒബ്സർവേഷൻ, പക്ഷെ സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായിട്ടും വരുന്നുണ്ട്. അവരുടെ ആ ഒരു നിലവിലുള്ള ആ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ നിന്നും അവരെന്ത് ചെയ്തു? സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നെങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള അവരുടെ ഒരു നിരീക്ഷണം, സൂക്ഷ്മ നിരീക്ഷണം
ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ എവിടേക്ക് ഡിസ്ചാർജ് ചെയ്യും? ഈസ് ടു ബി ഡിസ്ചാർജ് ടു വാർഡ്സ് ഓർ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ ഡിപ്പെൻഡിങ് ഓൺ നീഡ് ഫോർ ICU ബെഡ്സ്. അപ്പോ ICUലേക്ക് പുതിയ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ബെഡ് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനെയും കണ്ടീഷൻസ് ഇവർ നോക്കിയിട്ട് ആ നിലവില് അതായത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറി അതൊക്കെ നോർമലായി, പക്ഷെ എന്നാൽ കൂടി സൂക്ഷ്മ പരിശോധനകളും എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ ICUയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വാർഡോ അല്ലെങ്കിൽ റൂമുകൾ പോലെയുള്ള ഇന്റർമീഡിയറ്റ് ഏരിയാസിലേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയല്ലേ ICUയിലുള്ള ചില പേഷ്യൻസിനെ ICUയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിസ്ചാർജ് ചെയ്ത് നേരെ അവരുടെ പേഷ്യൻസിന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് നല്ല ഓക്കെ ആയി, അവർ എല്ലാ രീതിയിലും റിക്കവർ ആയി, അവരുടെ നോർമൽ ആയിട്ട് ഹെൽത്ത് സ്റ്റഡി ആയി നിലനിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം അവിടെ നിന്ന്. രണ്ടാമത്തെ കേസിൽ ആ പേഷ്യൻസിന്റെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ അർജന്റ് കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള കണ്ടീഷനൊക്കെ നോർമൽ ആയെങ്കിൽ പോലും അവർക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ക്ലോസ് ഒബ്സർവേഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവിടെ പേഷ്യൻസിന് ബെഡുകൾ കൊടുക്കാനായിട്ടുള്ള ICUയിൽ ബെഡുകൾ കുറവാണെങ്കിലും ആ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വാർഡുകളിലേക്കോ റൂമുകളിലേക്കോ മാറ്റാവുന്നതാണ്. തേർഡ് വൺ നോക്കിയേ, പേഷ്യൻസ് ഇൻ ഹോം death is agreed to be impending even if intensive care is continued again kept in ICU depending on the availability of resources. ഇനി മറ്റൊരു ഡിസ്ചാർജ് പ്രൊസീജിയർ പറയുന്നത് പേഷ്യൻസ്, അതായത് ചില പേഷ്യൻസ് നമുക്കറിയാം അവർ ചികിത്സയിൽ തുടങ്ങുകയാണെങ്കിൽ പോലും അവരുടെ മരണം സംഭവിക്കുന്നത് നമുക്ക് എന്താണ്? സമ്മതിക്കുന്നതാണ് നമ്മൾ അല്ലെ. ഇപ്പൊ ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിച്ചവരൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ നമുക്കറിയാം അവരിനി എത്ര നാള് ഇങ്ങനെയുള്ള ICUയിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്നാൽ പോലും അവരെന്താവാൻ പോകുന്നില്ല, അതിൽ നിന്ന് റിക്കവർ ആവാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പേഷ്യൻസിനൊക്കെ അവർക്ക് തീവ്ര പരിചരണം കൊടുക്കുന്നുണ്ട് നമ്മുടെ ICUയിൽ, എങ്കിൽ പോലും അവർ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ICUയിൽ തന്നെ ആ പേഷ്യൻസിന്റെ അവരുടെ റിലേറ്റീവ്സിന്റെ നിർദ്ദേശപ്രകാരം ICUയിൽ തന്നെ കീപ്പ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ICUയിലുള്ള റിസോഴ്സസുകൾ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ ലഭ്യത മൂലം ചിലപ്പോൾ പേഷ്യന്റിന് റിലേറ്റീവ്സ് പറയാണ്, ഇപ്പൊ ചിലർക്ക് വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ മരണം സംഭവിക്കുന്നത് വെന്റിലേറ്റർ സംഭവിച്ചവരൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ അവര് വെന്റിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? മരണത്തിലേക്ക് പോകുന്ന ഉറപ്പാണ്. എന്നാൽ പോലും ചില പേഷ്യൻസിന്റെ കൂടെയുള്ള റിലേറ്റീവ്സ് പറയാറുണ്ട് അത് മാറ്റരുത്, അവര് വരുമെന്നുള്ള ചാൻസുകൾ കുറച്ചുകൂടി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പറയും ആ ICUയിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു? തുടർന്നോ എന്ന് പറയും. എന്നാൽ ചില കേസുകളിൽ അവർക്ക് ഉറപ്പാണ് അതെന്ന് പറഞ്ഞാൽ ചില അവരുടെ തന്നെ പേഷ്യൻസിന്റെ അവരുടെ ആ ഒരു റിലേറ്റീവ്സുമായിട്ട് നിർദ്ദേശിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഡിസ്ചാർജ് ചെയ്ത് അവരെ ആ ഒരു എന്താണ് ഇപ്പൊ വെന്റിലേറ്റർ ഒക്കെ ആണെങ്കിൽ മാറ്റി കഴിയുമ്പോൾ അവർ ഓൾറെഡി മരണപ്പെട്ടു അല്ലെ. അപ്പൊ അങ്ങനെയും അവരെന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് വിടാറുണ്ട്. അപ്പൊ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ക്ലിയർ ആയോ? 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റ് അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്നൊക്കെ റിക്കവർ ആയി സ്റ്റഡി ആയി വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. രണ്ടാമത്തെ കേസില് പേഷ്യൻസ് എന്താണ് അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ട അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ അവർ ഹാൻഡിൽ ചെയ്ത് കുറവായി എങ്കിൽ പോലും അവർക്കൊരു സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണ് അവരെന്തിലോട്ട് മാറ്റും? നമ്മുടെ ICUയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് റൂമിലേക്കോ വാർഡുകളിലേക്കോ മാറ്റുന്നതായിരിക്കും. അതുപോലെ തേർഡ് പോയിന്റ് പറയുന്നത് ICUയിൽ നിലവിൽ ട്രീറ്റ്മെന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ കൂടി അവരുടെ മരണം ഓൾറെഡി നമ്മൾ എന്താണ് സ്ഥിരീകരിച്ചതാണ്. ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിച്ചവര് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അവര് വെന്റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ മരണപ്പെടുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ചില സിറ്റുവേഷനിൽ ആ പേഷ്യൻസിന്റെ റിലേറ്റീവുമായി സംസാരിക്കുമ്പോൾ അവർ പറയാനുള്ളത് എന്താ? കുറച്ചു നാളും കൂടി അതിൽ തന്നെ തുടരട്ടെ, ഇൻ കേസ് എന്തെങ്കിലും ഒരു മിറാക്കിൾ നടന്നാലോ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അല്ലെ. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ അവരുടെ റിലേറ്റീവ്സ് പറയുന്നത് എത്ര നാൾ കിടന്നാലും ഇങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തോ, വെന്റിലേഷൻ ആണെങ്കിൽ അത് ചെയ്തോ അവരെന്ത് ചെയ്യും? അപ്പൊ അവരെന്താണ് ഓൾറെഡി മരണപ്പെടും നമുക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള കേസിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ICUയിൽ ശ്രമിക്കാറുണ്ട്. അപ്പൊ 3 കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ ഡിസ്ചാർജ് പ്രൊസീജിയർ? ഓക്കെ, നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.